നമസ്കാരം. ബീഹാർ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സഖ്യത്തിന്റെ തകർപ്പൻ ജയത്തിൽ തിളങ്ങി നിൽക്കുന്നത് ജെ.ഡി.യു നേതാവ് നിതീഷ് കുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ ശക്തമായ കൂട്ടുകെട്ടാണെങ്കിലും ഒരു യുവ നേതാവ് എന്ന നിലയിൽ ചിരാഗ് പാസ്വാൻ തന്റെ സ്വാധീനം ഉറപ്പിച്ചതായിരിക്കും ഓർമ്മിക്കപ്പെടുക. സോഷ്യലിസ്റ്റ് നേതാക്കളുടെ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു യുവ നേതാവിന്റെ ഏറ്റവും തിളക്കമാർന്ന പ്രകടനമാണ് കണ്ടത്. പ്രമുഖരായ നേതാക്കൾ നിറഞ്ഞ എൻ.ഡി.എയിൽ തന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് വേണ്ടി 29 മണ്ഡലങ്ങൾ വിലപേശി നേടിയെടുത്ത പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ 22 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതിലൂടെ തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. ഇത് 72% വിജയമാണ്. കഴിഞ്ഞ വർഷം ലോക്സഭയിൽ മത്സരിച്ച 5 സീറ്റുകളിലും ലോക് ജനശക്തി പാർട്ടി വിജയിച്ചിരുന്നു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക് ജനശക്തിയെ ഏതാണ്ട് എഴുതിത്തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നതാണ് ഈ ജയത്തെ സവിശേഷമാക്കുന്നത്. 2020 അന്നത്തെ ഐക്യ ലോക് ജനശക്തി പാർട്ടി ജെ.ഡി.യു നേതാവ് നിതീഷ് കുമാറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. എന്നാൽ മത്സരിച്ച 130-ലധികം സീറ്റുകളിൽ ഒരെണ്ണത്തിൽ മാത്രമായിരുന്നു ജയം. പാർട്ടിക്ക് ഭേദപ്പെട്ട വോട്ട് വിഹിതം കിട്ടുകയും നിരവധി സീറ്റുകളിൽ ജെ.ഡി.യുവിന്റെ പരാജയത്തിന് കാരണമാവുകയും ചെയ്തെങ്കിലും ബീഹാർ രാഷ്ട്രീയത്തിലെ അതിയായനായി കണക്കാക്കപ്പെടുന്ന പിതാവ് രാംവിലാസ് പാസ്വാന്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ചിരാഗിന് വ്യക്തിപ്രഭാവവും രാഷ്ട്രീയ വൈദഗ്ധ്യവും ഇല്ലെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതി. 2021 ചിരാഗിന്റെ അമ്മാവൻ പശുപതി കുമാർ പരസും രാംവിലാസ് പാസ്വാന്റെ പാരമ്പര്യത്തിൽ അവകാശമുന്നയിച്ചതിനെ തുടർന്ന് പാർട്ടി പിളരുകയായിരുന്നു. പിന്നീട് കഠിനമായ പോരാട്ടത്തിലൂടെയുള്ള തിരിച്ചുവരവായിരുന്നു ചിരാഗിൻ്റേത്. ഇന്ത്യൻ രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് യുവതലമുറക്കാരായ ചിരാഗ് ദളിത് മുന്നേറ്റത്തിനായിട്ടുള്ള പാർട്ടിയുടെ വേരുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സ്വയം ഒരു യുവ നേതാവായി ബീഹാർ രാഷ്ട്രീയത്തിൽ ഇടം നേടി. ചിരാഗും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നടത്തിയ കഠിനാധ്വാനം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടു. മത്സരിച്ച 5 മണ്ഡലങ്ങളിലും വിജയിച്ച് 100% വിജയത്തോടെ താൻ ഒരു ചെറിയ മീനല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൊയ്തെങ്കിലും എൻ.ഡി.എയിലെ പ്രധാന പാർട്ടികളായ ബി.ജെ.പിയും ജെ.ഡി.യുവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ 243 മണ്ഡലങ്ങളിൽ 20-ൽ കൂടുതൽ സീറ്റുകൾ എൽ.ജെ.പിക്ക് വിട്ടുകൊടുക്കാൻ ആദ്യം തയ്യാറായില്ല. എന്നാൽ തന്നെ നിസ്സാരമായി കാണാൻ തയ്യാറല്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയുമായി ചർച്ചകൾക്ക് വഴി തുറക്കുകയും വിലപേശലിലൂടെ ഒടുവിൽ ഭരണസഖ്യത്തിൽ നിന്ന് 29 മണ്ഡലങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. തന്റെ വിമർശകർക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് ചിരാഗ് തന്റെ പാർട്ടിയെ അതിന്റെ എക്കാലത്തെയും മികച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. മുമ്പ് 20-ലധികം സീറ്റുകൾ എൽ.ജെ.പി നേടിയത് 2005 ഫെബ്രുവരിയിലാണ്. അന്ന് രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ഐക്യ എൽ.ജെ.പിയാണ്. അന്ന് 29 നേടിയത്. 178 സീറ്റുകളിൽ മത്സരിച്ചപ്പോഴാണ് അത്രയും സീറ്റ് നേടിയെന്നത് കണക്കിലെടുക്കുമ്പോൾ ഈ വർഷത്തെ പ്രകടനം കൂടുതൽ ശ്രദ്ധേയമാണ്. മികച്ച വിജയം കൊയ്തെങ്കിലും പാർട്ടി അനുയായികൾ ആഗ്രഹിക്കും പോലെ മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ചിരാഗ് ആവശ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പ്. എന്നാൽ ഉപമുഖ്യമന്ത്രി പദത്തിനായി ശബ്ദം ഉയർത്തിയേക്കുമെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. 2025 ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരിക്കലും ഒഴിവില്ല. പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു. അവരുടെ നേതാവിനെ ഏറ്റവും ഉയർന്ന പദവിയിൽ കാണാൻ അവർ ആഗ്രഹിക്കുന്നുവെന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തകൻ നിങ്ങൾക്ക് ഉന്നത സ്ഥാനത്തെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരെ പ്രചോദിപ്പിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. എൻ്റെ പിതാവ് രാംവിലാസ് പാസ്വാൻ ജി പ്രധാനമന്ത്രിയാകണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഭാവിയിൽ എന്താണ് സംഭവിക്കുകയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആദ്യം ഒരു തലം കടന്ന ശേഷം അടുത്ത തന്ത്രം തീരുമാനിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എൻ്റെ അടിയന്തര മുൻഗണനകൾ 2027 ഉത്തർപ്രദേശ് പഞ്ചാബ് തെരഞ്ഞെടുപ്പുകളാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രധാനമന്ത്രി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ 2030 ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് NDA പ്രതീക്ഷിച്ചതിലും വ്യത്യസ്തമായിട്ടാണ് സംഖ്യകൾ വരുന്നതെങ്കിലും മറുകണ്ഠം ചാടാനുള്ള സാധ്യത ചിരാഗ് തള്ളിക്കളയുകയും പ്രധാനമന്ത്രി മോദിയോടുള്ള തൻ്റെ അചഞ്ചലമായ കൂറ് ആവർത്തിക്കുകയും ചെയ്തു. ഞാൻ പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിക്കാറുണ്ട്. എൻ്റെ പ്രധാനമന്ത്രി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല എന്ന് ഞാൻ വീണ്ടും ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അർപ്പണബോധവും സ്നേഹവും നിലനിൽക്കും. ഞാൻ അദ്ദേഹത്തെ അല്പം കൂടുതൽ സ്നേഹിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. NDAയുടെ ഈ വിജയം വമ്പൻ വിജയമായി വിശേഷിപ്പിച്ച LJP MP ശാംഭവി ചൗധരി സഖ്യത്തിൻ്റെ വികസനോത്മകമായ രാഷ്ട്രീയമാണ് വിജയത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു. 2030 അതിപിന്നോക്ക വിഭാഗങ്ങളുടെ മുൻനിര നേതാവായി ചിരാഗ് പാസ്വാന് ഉയർന്നു വരാനുള്ള കളമൊരുക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിലാണെന്നും ചൗധരി പറഞ്ഞു.